നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ദക്ഷിണയെ പറ്റി സംസാരിക്കാം. മിടുക്കിയായിരുന്നു ദക്ഷിണ. കലാരംഗത്തും പഠനത്തിലും ചെറുപ്പത്തിൽ തന്നെ കഴിവ് തെളിയിച്ചൊരു വിദ്യാർത്ഥിനിയായിരുന്നു. സ്കൂളിൽ നിന്നും മൂന്നാറിലേക്ക് ഒരു 3 മാസത്തിന് മുമ്പ് യാത്ര പോയപ്പോഴേക്കും അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനിടയായി. അങ്ങനെ അമീബ ആ മോളുടെ ശരീരത്തിൽ കടന്നു. ഇപ്പോഴും ആ കുടുംബത്തിന് ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ജീവനെടുക്കുന്ന അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. ആ വിഷയത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടിയുടെ മരണാനന്തരം കുട്ടിയുടെ വീട്ടുകാർ വന്നിട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് പൂളിൽ ഈ മോള് കുളിച്ച വിവരം ഇവർ അറിഞ്ഞത്. അവസാനമായിട്ട് പുറത്ത് പോയി ഈ മോള് കുളിച്ചത് ആ സ്വിമ്മിംഗ് പൂളിൽ ആയിരുന്നു. അങ്ങനെയാണ് ഈ മോൾക്ക് ഈ രോഗം പിടിപെട്ടത്. വല്ലാത്ത ഒരു അവസ്ഥയാണിത്. ആക്റ്റീവ് ആയിരുന്ന മോള് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്നും പോയത്. അമീബിക് മസ്തിഷ്ക മരണം വളരെ റെയർ ആയിട്ടുള്ള ഒരു രോഗമാണ്. ഇതിനെക്കുറിച്ച് ആ മോളുടെ അച്ഛൻ സംസാരിക്കുന്നത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. നടുവേദനയും തലവേദനയും അനുഭവപ്പെടുന്നത്. നടുവേദന വെച്ചാൽ അസഹനീയമായ നടുവേദന. അതായിരുന്നു ഡേ 1. ഡേ 2 വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു. ഡേ 3 ഹെഡേക്ക്. പക്ഷേ ആൾ കൂളായിരുന്നു. പക്ഷേ പിന്നെ എന്നിട്ട് നമ്മളിവിടെ ഒരു ക്ലിനിക്കിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ ഇൻസ്ട്രക്ഷൻ ചെയ്തത് നമുക്ക് നിങ്ങൾ നടുവേദന ഉണ്ടാകുമ്പോൾ ഒന്ന് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഡേ 2 പിന്നെ ഏർലി മോർണിംഗ് 4:30 ആണ് നമുക്കൊരു പാരലൈസ് പോലെ, ഒരു അപസ്മാരം പോലെയുള്ളൊരു പാരലൈസ് അല്ല, ഒരു അപസ്മാരം പോലുള്ള സംഭവം ഉണ്ടാകും. നമുക്ക് റൈറ്റ് ഹാൻഡും റൈറ്റ് ലെഗും പിന്നെ ഇത് നമുക്കൊരു വെള്ളം കൂടി വായ കോടിയിട്ടുണ്ടാകുന്ന സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ ചാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. കോഴിക്കോട് നിന്ന് ഈ മരണം സംഭവിച്ചതിന് ശേഷമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് കണ്ടെത്തുന്നത്. കാലിക്കറ്റ് എത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് സ്ഥിരീകരിച്ചത് ഇത് മേ ബി. കാരണം ഹീസ് വെരി അവെയർ ഓഫ് നിപ്പ ആൻഡ് ഓൾ ദ ഡെസ്കിൽ അവർ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ക്രിട്ടിക്കൽ കെയർ ഉള്ളൊരു ഡോക്ടറായിരുന്നു. മോള് ജനുവരി 28 സ്കൂളിൽ, ഇവിടെ നമ്മളെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂർ പോയപ്പോൾ അവിടുന്ന് ഒരു മറയൂർ എന്ന സ്ഥലത്തുള്ള ഒരു ലോഡ്ജാണ്. ഞാനത് അവിടുത്തെ ഹെഡ് ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്തപ്പോൾ അത് ഒരു പൂള് മാത്രം. ഈ ഒരു അസുഖത്തിനെ പറ്റി എല്ലാവരും അറിഞ്ഞിരിക്കാനാണ് ഈ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ധാരാളമായിട്ട് ലോകത്തിലുള്ള പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരു റെയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ വെള്ളത്തിലാണ് ഈ അമീബ സാധാരണ ജീവിക്കുന്നത്. മൂക്കിലെ നേർത്ത തൊലിയിലൂടെ ഇത് കയറി മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിൽ ഗുരുതരമായി ബാധിച്ച് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് രോഗി മരണപ്പെടുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണിത്. സർവ്വസാധാരണമാണ് ഈ അമീബ. നേരത്തെ സൂചിപ്പിച്ചു, സന്ദീപ് തന്നെ പറഞ്ഞിരുന്നു, അവിടെ ഇത്രയും വൃത്തിയുള്ള ഒരു കുളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ പേർ കുളിക്കുന്നു. അവർക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോഴങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് അതൊരു അപകട മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ട കാരണമൊന്നും കാണുന്നില്ല. കാരണം ഈ അമീബ, നീഗ്ലേറിയ എന്ന് വിളിക്കുന്ന ഈ അമീബ, നേരത്തെ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത് ലോകമെമ്പാടും പല ജലസ്രോതസ്സുകളിലും കണ്ടിട്ടുള്ളതാണ്. നദികളിലുണ്ട്, പുഴകളിലുണ്ട്, തടാകങ്ങളിലുണ്ട്, പുഴകളിലുണ്ട്, മറ്റേ കുളങ്ങളിലുണ്ട്, കിണറുകളിലുണ്ട്. ഈവൻ ചില നമ്മുടെ ടാപ്പ് സിസ്റ്റത്തിൽ വരെ, ഈവൻ വാട്ടർ ഹീറ്ററിനുള്ളിൽ വരെ ഈ അമീബ കണ്ടുവരാറുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും പേർക്ക് ഇത്രയും സാധാരണമായിട്ടുണ്ടെങ്കിലും വളരെ 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 അപൂർവമായിട്ട് മാത്രമേ രോഗം ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇത് കണ്ട് പരിഭ്രാന്തരാകരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. ഈ ഇൻഫെക്ഷൻ വഴി 97% മരണം പെടുന്നത്. ഒഴുക്കില്ലാത്ത വെള്ളത്തിലാണ് സാധാരണ അമീബ കാണപ്പെടുന്നത്. ക്ലോറിനേറ്റ് ചെയ്യാത്ത പൂളിലും മറ്റും ഈ ഇൻഫെക്ഷൻ ഉണ്ടാകും. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായി വരികയാണെന്ന് തുടർന്ന് ശക്തമായ തൊണ്ടവേദനയും ജലദോഷവും അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് നേരത്തെ ചികിത്സിച്ച അതേ ആശുപത്രിയിൽ വീണ്ടും കുട്ടിയെ വീട്ടുകാർ കൊണ്ടുപോയി. പരിശോധിച്ച ഡോക്ടർമാർക്ക് ഒരു കാര്യം വ്യക്തമായി: കഴിഞ്ഞ 2-3 ദിവസത്തിനിടെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളായി വരികയാണെന്ന്. തുടർന്ന് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തു. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് വ്യക്തമായത്. തുടർന്ന് കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഏതാണ്ട് 2 ആഴ്ചയോളം കുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയത്. സാധാരണ ഈ അസുഖം വന്നാൽ രോഗാണുക്കൾ 10 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണമുണ്ടാക്കും. ആദ്യത്തെ ലക്ഷണം വന്നിട്ട് കടുത്ത തലവേദന, ശക്തമായിട്ടുള്ള പനി, ഛർദി, ഓക്കാനം, കഴുത്ത് സ്റ്റിഫ് ആകുന്നത്, ഇതൊക്കെയാണ് സാധാരണ ലക്ഷണങ്ങൾ. ഈ പറഞ്ഞവയൊക്കെയാണ്. പിന്നീട് ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും.
ബോധക്ഷയം, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്, ഓർമ്മക്കുറവ്. അപ്പോൾ ഇതൊക്കെയാണ് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിന് ടെസ്റ്റ് ചെയ്തത് സാധാരണ നട്ടെല്ലിൽ നിന്നും ശ്രവം കുത്തിയെടുത്തിട്ടാണ് അമീബ ഉണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. കെട്ടിക്കിടക്കുന്നതും വൃത്തിയില്ലാത്തതുമായിട്ടുള്ള വെള്ളത്തിൽ കുളിക്കാതിരിക്കുകയാണ് പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ക്ലോറിനേഷൻ നിർബന്ധമാക്കണം. ദക്ഷിണ മരിക്കുന്നത് വന്നിട്ട് 2024 ജൂൺ 12-നാണ്. അതുപോലെ തന്നെയാണ് ഫാത്തിമ മോളുടെ കാര്യവും. അപ്പോൾ ഇതുപോലെ വളരെ റെയർ ആയിരുന്ന ഈ അസുഖം ഇപ്പോൾ പരക്കെ ലോകമെമ്പാടും കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഫാത്തിമ മോളും ഇതുപോലെ തന്നെ പുഴയിൽ കുളിച്ചു ഈ അസുഖം, അതായത് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ ഇക്കാലത്ത് താങ്ങാൻ പറ്റാത്ത അസുഖങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വരാതെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഒരു അറിവ് പകർന്നു തരാനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.